ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. അസമത്വത്തിന്റെയും അടിച്ചമർത്തലിന്റെയും നാളുകളിൽ നിന്ന് തുല്യതയുടെയും നീതിയുടെയും ലോകത്തേക്ക് സ്ത്രീകൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പ്രചോദനമാകേണ്ട ദിനം. സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും അവകാശങ്ങളും സംരക്ഷിക്കേണ്ടത് ഒരു പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിന്റെ അനിവാര്യമായ ഒരു കടമയാണ്. വിപുലമായ നിയമ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുന്നത് വേദനാജനകം തന്നെയാണ്. അങ്ങനെ അവകാശങ്ങളും നീതിയും ലഭിക്കാത്ത ഒരുപറ്റം അമ്മമാരുടെ സങ്കടങ്ങളാണ് മലനാട് TV ഒപ്പിയെടുത്തത്. 36 ദിവസത്തിലധികമായി കാസർഗോഡ് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് സമീപമായി എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അമ്മമാർ സമരം നടത്തി വരികയാണ്. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ 1031 പേരെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ പരിഹാരം കണ്ടില്ലെങ്കിൽ നമ്മൾ നിരാകാര സമരത്തിന് ഞങ്ങൾ തയ്യാറാണ്. ഇതുപോലത്തെ ഒരു മക്കന്നെ ആർക്കും ഉണ്ടായിക്കൂടാ. അല്ലെങ്കിൽ അവർ ഞങ്ങളൊന്ന് കൊന്നു തരണം. അതൊന്ന് പറയാനില്ലത്. അവർ വന്ന് നോക്കട്ടെ. നമ്മൾ കളി പറയുന്നത് നമ്മൾ വന്ന് നോക്കട്ടെ. നമ്മുടെ മക്കളെൻ്റെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കണം. എന്നാലേ അവർക്കിത് മനസ്സിലാവും. അത് നമ്മൾ ഒരിക്കലും ഒരാൾക്കും ഇനി നമ്മളെ ഗതി വരരുതെന്ന് പ്രാർത്ഥന നമുക്കില്ലത്. ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് ഈ അധികാരത്തിലിരിക്കുന്ന ആർക്കെങ്കിലും അവരെ വീട്ടിൽ ഇതുപോലെ ഒരെണ്ണം ജനിക്കണം. എന്നാലേ അവർക്ക് ഇതിൻ്റെ അവസ്ഥ മനസ്സിലാവും. എല്ലാ അമ്മമാർക്കും അമ്പലമില്ല, ഉത്സവങ്ങളില്ല, ബീച്ചില്ല, പാർക്കില്ല. എല്ലാവരും പോകുമ്പോൾ ഞങ്ങൾ വീട്ടിലിരുന്ന് കഷ്ടപ്പെടുന്നതാണ്. നമ്മളെ മക്കൾക്കും ഉണ്ടാവില്ലേ ഒരാഗ്രഹം പോകണം. നമുക്കതിന് സാധിക്കുന്നില്ല പോകാനൊന്നും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് എത്രയും പെട്ടെന്ന് ഇതിനൊരിത് നമുക്ക് കാണിത്തരണം. നമ്മൾ എന്തായാലും മരണം വരെ സമരം ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. നമ്മൾ നിരാകാര സമരം ചെയ്യും. ഇതിനൊരു മറുപടി വേഗം ഈ അധികാരികൾ കണ്ടെത്തിയില്ലെങ്കിൽ ഈ ഗവൺമെൻറ് എന്തിനു പിന്നാടി ഇരിക്കുന്നത്? നമ്മളെ സങ്കടം കാണാനല്ലെങ്കിൽ ഇല്ലവരെ രക്ഷിക്കാനാ? പാവങ്ങളെ രക്ഷിക്കാത്ത നമ്മൾ ഒരാളെ ഇത് ചോദിക്കുന്നില്ല. നമുക്ക് അവകാശം മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നില്ലൂ. നമ്മളെ മക്കളെ എന്തായാലും ഇതിൽ ഉൾപ്പെടുത്തണം. ഈ 1031 പേരെയും ഇതിൽ ഉൾപ്പെടുത്തണം. ഇതേപോലെ എത്രയോ കുട്ടികൾ ഇനി പുറത്ത് നിൽക്കുന്നുണ്ട്. ആ കുട്ടികളെയും ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തി ആ കുട്ടികളെ ഇതിൽ ഉൾപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനില്ലത്. എൻ്റെ മകന് 70% വൈകല്യമുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ ഇപ്പം കടുപ്പിലായിട്ടുണ്ട്. എനിക്കൊന്നും പണിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ മൈക്കിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. എൻ്റെ മോനാണ് 31 വയസ്സായി, കടപ്പ് രോഗിയാണ്. എല്ലാം ചെയ്തു കൊടുക്കണം മോന്. ആരുമില്ല സഹായത്തിന്. നമ്മളെ കുട്ടീനെ 2017 ലിസ്റ്റ് ഉൾപ്പെടുത്തിയത്. എന്നിട്ട് ഇത് തള്ളീന്ന് നമ്മൾ ഉൾപ്പെടുത്തിയില്ല എന്ന് പറയുന്നു. ആ കുഞ്ഞിക്ക് മരുന്നാക്കാൻ നമ്മൾ എത്ര കടം വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നലെ 2000 രൂപ കടം വാങ്ങിയിട്ട് കുഞ്ഞിനെ കാണിച്ചിട്ട് മരുന്ന് വാങ്ങിച്ചിട്ടില്ല. നമ്മൾ തള്ളീനെ ഇല്ലായിട്ട് ഒരു പെൻഷൻ്റെ പൈസ കൂടെ കിട്ടുന്നില്ല. ആ കുട്ടീൻ്റെ അച്ഛന് സുഖമില്ല. നമുക്ക് ആരും സഹായിക്കുന്ന ആളില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഈ സമരത്തിന് എപ്പോഴും വേറെ നിങ്ങൾ കുഞ്ഞിക്ക് പൈസ കിട്ടുകൊടുത്തേന്ന്. 29 വയസ്സായി. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഡ്രസ്സ് ഇട്ട് കൊടുക്കണം, പല്ല് തേപ്പിക്കണം, കുളിപ്പിക്കണം, ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് അവനാക്കിയിട്ട് പണിക്ക് പോകാനും കഴിയില്ല. എൻ്റെ അനിയനാണ്. ഓന് 32 വയസ്സ് അങ്ങനെയായി. പക്ഷേ ഓനൊന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാം അമ്മ തന്നെ എല്ലാം ചെയ്ത് കൊടുക്കണം. ഫുൾ കടത്തത്തിൽ തന്നെയാണ്. ഭക്ഷണം കൊടുക്കുന്നതിലും എല്ലാം കുളിപ്പിക്കുന്നതിലും എല്ലാം അമ്മക്ക് ചെയ്യണം. നമുക്ക് എവിടെയും പുറത്ത് പോകാനോ ഒന്നും കഴിയില്ല. അവന് 37 വയസ്സായി. മരുന്ന് ഒപ്പം ഒരു ദിവസം മരുന്നില്ലാണ്ടാവില്ല. പിന്നെ അവന് അസ്മാരം സൂക്കടും ഉണ്ട്. കുറേ ബുദ്ധിമുട്ടാണ്. നടക്കാൻ കുറച്ച് കഴിയും. എന്നാലും അപ്പം അസ്മാരകം സൂക്കട് വന്നുകൊണ്ട് പ്രശ്നമാണ് അവന്. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. ഇപ്പോൾ പെൻഷനും ഒന്നുമില്ല. ഇത് നമ്മൾ 36 ദിവസമായി സമരത്തിന് ഇരിക്കുന്നു. ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. സർക്കാർ നമ്മളോട് നീതി കാണിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. നേരെ എൻഡോസൾഫാൻ ദുരിതബാധിതരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്ന് പറയുന്നത് ക്യാമ്പിന് പോയതാണ്. നമ്മൾ 2017 മെഡിക്കൽ ക്യാമ്പിൽ പോയിട്ട് 1905 പേരെ ലിസ്റ്റിലെടുത്തിരുന്നു. അതിൽ നിന്ന് അവർ 287 ചുരുക്കി. അന്നത്തെ ഡെപ്യൂട്ടി കളക്ടർ ഞങ്ങളോട് പറഞ്ഞതാണ് ഈ 1905 പേര് അർഹരാണ് എന്നുള്ള കാര്യം. പിന്നീട് അത് 287 ചുരുക്കിയപ്പോൾ നമ്മൾ പിന്നെ ഇത് അന്നത്തെ പത്രങ്ങളിലും വാർത്ത വന്നതുമാണ് 2017 നമ്മളെ പെടുത്തിയ കാര്യം. പിന്നീട് 287 ചുരുക്കിയപ്പോൾ അമ്മമാരും കുട്ടികളും എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി അമ്മമാരും കുട്ടികളും എല്ലാവരും ഇടപെട്ട് സമരം നടത്തിയതിനെ തുടർന്ന് 76
പേരെ കൂട്ടിച്ചേർത്തു. വീണ്ടും ഭൂരിപക്ഷം കുട്ടികളും പുറത്തായത് കാരണം അമ്മമാർ 2019 സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തി. ആ സമരത്തിലൂടെ മുഖ്യമന്ത്രിയുമായി നടന്ന ചർച്ചയിലാണ് പിന്നെ 511 കുട്ടികളെടുത്തത്. ബാക്കി വരുന്ന 1031 പേരുടെ കാര്യം എത്രയും പെട്ടെന്ന് പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഇതുവരെ ഒന്നും ആയില്ല. അതേ മുഖ്യമന്ത്രിയാണ് ഇന്നും ഇവിടെ ഉള്ളത്. ഞങ്ങളിപ്പോൾ എൻ്റെ ദുരിതബാധിതരൊക്കെ സ്വയം സംഘടിച്ച് കുറേ സമരങ്ങൾ നടത്തി. മന്ത്രിമാരെ ഒക്കെ ഞങ്ങൾ നേരിട്ട് കണ്ട് നിവേദനങ്ങൾ ലിസ്റ്റ് അടക്കമുള്ളത് കൊടുത്തും ദുരിതബാധിതരും നമ്മളൊക്കെ കത്തുകൾ അയച്ചും അറിയിച്ചു. ഇവരെ നേരിട്ട് കണ്ടപ്പോൾ തന്നെ അവർ ഇത് അല്ല എന്ന് പറയുന്നില്ല, ഇല്ല എന്ന് പറയാൻ അവർക്ക് പറയാൻ പറ്റില്ല. ലിസ്റ്റ് ഞങ്ങളെ കയ്യിലുണ്ട്, ഇത് വാസ്തവമാണ്, ഉള്ളതാണ്. ഈ 36 ദിവസമായിട്ടും ഇതുവരെ അവർ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. ചർച്ചയ്ക്ക് വിളിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. എന്തായാലും ഞങ്ങളെ വിളിക്കുന്നുള്ളത്. ഇല്ലെങ്കിൽ ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകും. നിരാഹാരം വരെ അമ്മമാർ കിടക്കാൻ തയ്യാറായിട്ടുള്ളത്. ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് തന്നെ പെൻഷനില്ല, മരുന്നില്ല. ഞങ്ങളെ കാര്യം പറയേണ്ട സെൽയോഗം ചേരാത്ത 1 വർഷമായി. ആ സെൽയോഗം എത്രയും പെട്ടെന്ന് ചേരണം. പിന്നെ മരുന്ന് ചികിത്സയെ അനുവദിക്കണം. പിന്നെ ഒരു വിവാദ ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് സർക്കാർ. 2011 ശേഷമുള്ള കുട്ടികളാരും ദുരിതബാധിത പട്ടികയിൽ പെടില്ല എന്നത്. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ഇപ്പോൾ പട്ടികയിലുള്ള കുട്ടികളുടെ ആനുകൂല്യങ്ങളാണ് പോകുന്നത്. അതും ഞങ്ങൾ സമ്മതിക്കില്ല. എന്തായാലും ഇവർ ഞങ്ങളെയൊക്കെ പരിശോധിച്ചെടുത്തതാണ്. ഞങ്ങൾ 1031 പേരെ തിരിച്ചെടുക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എന്തായാലും നടത്തി തരണം. എന്തായാലും ഞങ്ങൾ മരണം വരെയും അവസാനത്തിലേക്ക് നീതി കിട്ടും വരെയും ഞങ്ങൾ പോരാടും. പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ മോള് ഇപ്പം മരിച്ചിട്ട് ഇപ്പോൾ എത്രയായിട്ടുള്ളൂ. ഞാൻ പിന്നെ 2011 മുതൽ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. ഉൾപ്പെടുത്തിയിട്ട് ആനുകൂല്യങ്ങൾ കിട്ടിയ ആളാണ്. പക്ഷേ ഇത്രയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യാൻ പറ്റും അത്രയും കൂടുതൽ ചെയ്യും. അതാണ് എൻ്റെ മോള് മരിച്ചതാണെങ്കിലും ഇവർക്ക് വേണ്ടി ഞാൻ കൂടുതൽ ചെയ്യും. തളച്ചിടേണ്ടവരല്ല, ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് മുന്നേറുന്നവരാണ് സ്ത്രീകൾ. മാത്രമല്ല, ഇനിയെങ്കിലും ഈ അമ്മമാരുടെ ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടാതിരിക്കട്ടെ. നീതിപീഠം ഇവർക്കായി കണ്ണു തുറക്കട്ടെ.